നമസ്കാരം. അങ്ങനെ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തു. ഇന്ന് മേപ്പാടിയിൽ നിന്ന് അതിരാവിലെ തന്നെ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ പൊക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടിക്കെതിരെ ഒരു അതിക്രമം നടക്കുമ്പോൾ ആ പരാതിയിൽ എത്ര വേഗതയിലാണ് പോലീസും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ച് അയാളെ പിടികൂടുന്നത് എന്നാണ് ഹണി റോസിന്റെ ഈ ഒരു വിഷയത്തിൽ നമ്മളെ കാണിച്ചു തരുന്നത്. എത്ര വലിയ കൊലകൊമ്പനായാലും എത്ര വലിയ ബോബി ചെമ്മണ്ണൂരായാലും ആ ഒരു വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ ഈ സംസ്ഥാനം LDF ഭരിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഹണി റോസിന് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലകൊമ്പന്മാർക്കെതിരെയൊന്നും ഒരു സർക്കാരും നടപടി എടുക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ കഴിയും. കാരണം ഇതിനു മുമ്പൊക്കെ UDF ഭരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിലൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് സർക്കാർ പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെ പലർക്കും അറിയാം. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഹണി റോസിന് നീതി ലഭിച്ചിരിക്കുന്നു. ഹണി റോസ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. പോസ്റ്റ് ഇങ്ങനെയാണ്: നന്ദി നന്ദി നന്ദി. ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത്. ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമന്റുകളും പ്ലാന്റ് ക്യാമ്പയിനും മതി. സാമൂഹ്യ മാധ്യമ ഗൂണ്ടായിസത്തിന് നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും. പ്രതിരോധിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ സർക്കാരിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഈ പോസ്റ്റിലൂടെ ഹണി റോസ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കാവലായി കരുതലായി ഈ സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയുടെ ചങ്കുറപ്പുള്ള മുഖ്യമന്ത്രി. എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് സംഭവിച്ചു എന്നറിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ദുരനുഭവം നേരിട്ടു എന്നറിഞ്ഞാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കഴിവുള്ള നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് ഈ ഹണി റോസ് ഫേസ്ബുക്കിലൂടെ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാം സാറിന് നന്ദി പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS നന്ദി പറയുന്നു. അശ്വതി ജിജി IPS നന്ദി പറയുന്നു. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക്, കൂടെ നിന്നവർക്ക്, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എന്തായാലും ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹണി റോസിന്റെ ഒരു വലിയ സന്തോഷമാണ്, നീതി കിട്ടിയതിന്റെ ഒരു സന്തോഷമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ സർക്കാർ ഭരിക്കുമ്പോൾ ആർക്കും നീതി ലഭിക്കാതെ പോകില്ല, അങ്ങനെ നീതി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറഞ്ഞു നടക്കുന്നതാണ് എന്നുകൂടി എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഇപ്പോ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും, അതായത് ഈ VT ബൽറാം അടക്കമുള്ള ആളുകൾക്ക് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്താണ് പറഞ്ഞത്? അതായത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന രീതിയിലാണ് ചോദിച്ചത്. അതൊക്കെ അന്ധകാലം VT ബൽറാമേ, നമ്മുടെ UDF കാലം. ഇന്ന കാലത്ത് അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തായാലും എല്ലാവർക്കും ഇതിന് നടപടി സ്വീകരിക്കും. ആ കാര്യത്തിൽ തർക്കമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും അത്തരം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരുമാരെയൊക്കെ പൂട്ടാനായിട്ട് ഒരു ഭയവുമില്ലാത്ത, മടിയിൽ ഒരു കനവുമില്ലാത്ത ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രിയൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും നെഗറ്റീവ് വാർത്തകളിലൂടെയും ഒക്കെ തന്റെ ബിസിനസ് വളർത്തി, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, ഒരു മുഖമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മാത്രവുമല്ല ഇദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നടിമാരെയൊക്കെ വെച്ച് ഈ പറയുന്നത് പോലെ പല പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവരാ വേദിയിലിരുത്തി അവരെ അങ്ങ് അപമാനിച്ചു വിടും. മാത്രമല്ല ഇനിയിപ്പൊ ഇവർ ഇയാളോട് വഴങ്ങിയില്ലെങ്കിലോ ഏതെങ്കിലും YouTube ചാനലിൽ ഇരുന്ന് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ അസഭ്യം വിളിച്ചു പറയും. അതൊക്കെ എന്തോ വലിയ സംഭവമാണ്, അതൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന മട്ടിലാണ് ബോബി ചെമ്മണ്ണൂര് ഇതുവരെ നടന്നിരുന്നത്. എന്നെ ആരും കൂട്ടൂല, എനിക്കെതിരെ ആരും കേസ് എടുക്കില്ല, എന്നെ ആരും അറസ്റ്റ് ചെയ്യില്ല എന്ന ധാർഷ്ട്യമായിരുന്നു ഈ അശ്ലീല രാജകുമാരൻ എന്ന് പറയാതെ വയ്യ. പണത്തിന്റെ ഹുങ്ക് എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം എല്ലാവർക്കെതിരെയും, അതുപോലെ തന്നെ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രതികരണം എടുത്തു നോക്കിയാലും ഒക്കെ നമുക്കതിൽ കാണാൻ കഴിയുന്ന സ്ത്രീ വിരുദ്ധതയും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോരുത്തരെ അപമാനിക്കുന്ന പല കാര്യങ്ങളും ഒക്കെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോ ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലായിട്ടുണ്ട്, കേരളം ഭരിക്കുന്നത് UDF അല്ല LDF ആണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
അതുകൊണ്ട് ഇമാതിരി തെമ്മാടിത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പണച്ചാക്കായാലും പിടിച്ചത് അകത്തേക്ക് ഇടും എന്ന് ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ പൈസ മേടിച്ച് പരസ്യം കൊടുത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് പോലും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്ത കൊടുക്കേണ്ടി വന്നു. കൊടുപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. തുടക്കം ഈ പരാതി വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അങ്ങ് വലിയ കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ പല ശ്രമങ്ങളും നടത്തി കേട്ടോ, അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ ഇത് പൊതു സമൂഹത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് വാർത്ത കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് മാധ്യമങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്നലെ മുഴുവൻ PVN പറഞ്ഞ വാർത്തയും കൊട്ടി ആഘോഷിച്ചുകൊണ്ട് പരസ്യം പോകാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഗീർവാണം അടിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അവസാനം കൊടുക്കേണ്ടി വന്നു. ഇപ്പോ ഈ പറയുന്ന ഹണി റോസ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, മാധ്യമങ്ങളിൽ എന്ത് വലിയ പിന്തുണയാണ് പരിഗണനയൊക്കെയാണ് എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോടൊന്ന്. സത്യത്തിൽ ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് അല്പം കഴിയുമ്പോൾ നന്നായി മനസ്സിലാകും. ഈ പരസ്യം ഒന്ന് കയ്യിലേക്ക് കിട്ടിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞതൊക്കെ തിരിച്ചു പറയാൻ ഒരു മടിയില്ലാത്തവന്മാരാണ് ഇവരെന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അധികം മാധ്യമ ലാളനെ കണ്ട് ഈ പറയുന്നത് പോലെ ഇവരെന്റെ ഒപ്പം ഉണ്ടാകും എന്നൊന്നും ചിന്തിക്കുക വേണ്ട. പണ്ട് മരമുറി കേസുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ പറയുന്ന പോലെ ആന്റോണിയും സംഘത്തിനെയും ഒക്കെ ചീത്ത പറഞ്ഞു നടന്ന ടീമുകളാണ് പിന്നീട് റിപ്പോർട്ടർ ചാനലിൽ കയറിയിരുന്ന് ഈ ആന്റോണിയും സംഘത്തെയും വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തരത്തിനനുസരിച്ച് ഓന്തു മാറുന്നത് പോലെ നിറം മാറാൻ ഒരു ഈ പറയുന്ന പോലെ ഉളുപ്പുമില്ലാത്ത ഒരു വലിയ ഗ്യാങ് ആണ് ഇതെന്ന് പറയാതെ വയ്യ. എന്തായാലും ഹണി റോസ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അതായത് ഈ നടി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസ്, അതുപോലെ തന്നെ പോലീസ് എടുത്ത നടപടി ഏറെ ആശ്വാസം പകരുന്നതാണെന്ന് എടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് നടന്നതാണെന്ന രീതിയിലൊക്കെ ചില മാധ്യമങ്ങളൊക്കെ അങ്ങ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അതിന് ഒരു ഇടത് വിരുദ്ധ കുത്തിക്കയറ്റാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തുന്നത് കണ്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണല്ലോ. ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് ഏത് സർക്കാരിനാണ് ഈ പറയുന്നത് പോലെ അങ്ങനെ തയ്യാറാക്കാൻ കഴിയുക? ഈ സർക്കാരിന് മാത്രമാണ് അത് കഴിയുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ആ റിപ്പോർട്ടിൽ അത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ആരെങ്കിലും പരാതിയുമായി വന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടത് വരും. അങ്ങനെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നടപടികൾ സ്വീകരിക്കണമെങ്കിൽ നട്ടെല്ലെന്ന് പറയുന്ന സാധനമാണ്, വാഴപ്പിണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അതായത് ഇതിൽ മുഴുവൻ കാണുന്നത് സ്ത്രീ വിരുദ്ധതയും അതുപോലെ തന്നെ സ്ത്രീകളോട് തൊഴിലിടത്തിൽ കാണിക്കുന്ന പല അനീതികളുമാണ്. അപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരൂ, പരാതിയുമായി വരൂ, നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിന്നില്ലേ? അവർക്ക് നീതി കിട്ടിയില്ലേ? പല കാമഭ്രാന്തന്മാരെയും പിടിച്ചകത്തിട്ടില്ലേ? പലർക്കെതിരെയും കേസെടുത്തില്ലേ? അതൊക്കെ നമ്മൾ കണ്ടില്ലേ? ഏത് സർക്കാരിന് കഴിയും ഇതൊക്കെ? അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പല സദാചാര ഈ ചില അമ്മാവന്മാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില ഞരമ്പന്മാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില ഈ കാമന്മാരും ഒക്കെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം, ആ സാധനം ഒരിക്കലും ഇവിടെ ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല, അത്തരക്കാരെ വരച്ച വരയിൽ നിർത്താൻ നന്നായി സർക്കാരിനറിയാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇതിലൂടെ ഈ സർക്കാരും പോലീസും പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഇമാതിരി തെമ്മാടിത്തരമായിട്ട് ഇനി ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇവന്റെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, പണമുള്ളവൻ പണമില്ലാത്തവൻ എന്നൊന്നുമില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അന്നേരം ഹണി റോസ് ഇങ്ങനെ പ്രതികരിക്കാനും ഇങ്ങനെ ഒരു പോരാട്ടത്തിൽ ഇറങ്ങിയതും എന്തുകൊണ്ടും നന്നായി. ഇപ്പൊ എത്രയധികം ആളുകളാണ് ഈ പറയുന്ന ഹണി റോസിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല ഹണി റോസിനെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ബോച്ചെ ആർമി എന്നൊരു സാധനം ഉണ്ടല്ലോ, അതായത് ബോബി ചെമ്മണ്ണൂർ തന്നെ ഉണ്ടാക്കി വെച്ച കുറെ ഇതുപോലുള്ള കുറെ ഞരമ്പന്മാരുടെ ഒരു ഗ്യാങ്, അവന്മാരൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനും പല രീതിയിലുള്ള സൈബർ ആക്രമണം നടത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പേടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവരെ പിടിച്ച് തൂക്കി അകത്തിടുന്നു ഓർത്ത്. എന്തായാലും ഇങ്ങനെ വേണം പ്രതിരോധിക്കാൻ. ഈ തൊപ്പിമാരെയൊക്കെ ഈ രീതിയിൽ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ വലിയ ആപത്താണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.